രണ്ട് മൂന്ന് ആഴ്ചക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞല്ല മൈക്ക് പോരാ, ക്വാളിറ്റി പോരാ, പുതിയ മൈക്ക് എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഭവം ശരി തന്നെയാണ്. ഫോണിലെ റെക്കോർഡ് ചെയ്യുമ്പോൾ അത്രയ്ക്ക് ഇത്രയുള്ള വോയിസ് ക്വാളിറ്റിയേ ഉള്ളൂ. അതുകൊണ്ട് ഞാനൊരു ചെറിയൊരു മൈക്ക് ഇങ്ങ് തൂക്കി. അപ്പോൾ നമ്മുടെ കൈ കിട്ടിയിരിക്കുന്ന ഹോളി ലാൻഡിന്റെ ലാർക്ക് A1 എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് ഒരുപാട് യൂട്യൂബിലൊക്കെ തപ്പി നോക്കി റിവ്യൂ ഒക്കെ നോക്കി ChatGPT ഒക്കെ ചോദിച്ച് വാങ്ങിയൊരു സാധനമാണ്. ഇതിന്റെ അൺബോക്സിംഗ് ആണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്നത് യൂസർ മാനുവലും പിന്നെ ഒരു ക്യാരി ബാഗും കൂടിയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്തായാലും ഇത് പിന്നീട് വായിക്കാം, മാറ്റി വെച്ചേക്കാം. പിന്നെ അടുത്ത് എടുക്കാനുള്ളത് നമ്മുടെ ക്യാരി ബാഗ്. ആദ്യം എനിക്കിത് എന്തെന്ന് മനസ്സിലായില്ല, ചെറിയൊരു ഷോയ്ക്കുള്ള തുണിയെന്നാണ് മനസ്സിലായത്. പിന്നെ ഈ രണ്ട് കയറ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ മൈക്കൊക്കെ ഒന്ന് ക്യാരി ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സേഫ് സാധനമാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് ഈ ബാഗിന്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇതിനകത്തൊരു സാധനം വന്നിട്ടുണ്ട്, അത് വേറൊന്നുമല്ല, സിലിക്ക ജെല്ലാണ്. അത് നിങ്ങൾക്കറിയാമല്ലോ അത് എന്തിനാണ് ഉപയോഗിക്കണമെന്ന്. മിക്ക സാധനങ്ങളുടെ കൂടെ ഇപ്പോൾ കാണും. അതങ്ങോട്ട് മാറ്റി വയ്ക്കാം തൽക്കാലത്തേക്ക്. പിള്ളേരുടെ കയ്യിലൊന്നും എടുത്ത് കൊടുത്തു കളയലും, അത് വിഷമാണ്. പിന്നെ വരുന്ന ഇതിൻ്റെ ചാർജിങ് കേബിൾ, C ടൈപ്പ് ചാർജിങ് കേബിൾ. പിന്നെ വരുന്ന നമ്മുടെ ഫോണിലേക്ക് കണക്ട് ചെയ്യാനുള്ള വയർലെസ്സിൻ്റെ സംഭവം, അത് C ടൈപ്പാണ്. പിന്നെയാണ് നമ്മുടെ മൈക്ക് രണ്ടെണ്ണം വരുന്നത്. പിന്നെ നമ്മുടെ മൈക്ക് കവറിൽ നിന്ന് എടുത്ത് നോക്കുമ്പോൾ ഇയർബഡ്സ് പോലെയൊക്കെയാണ് ഇരിക്കുന്നത്. അത്യാവശ്യം നല്ല മാഗ്നറ്റിക് പവറൊക്കെ ഉള്ള സാധനം തന്നെയാണ്. ഇത് ചാർജിങ് ബോർഡും കൂടിയാണ്, ഇതിൽ വെച്ചാണ് ചാർജ് ചെയ്യേണ്ടത്. അപ്പോൾ കൊള്ളാം, ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ എനിക്ക് ഇഷ്ടമായി. ഇതിൽ അത്യാവശ്യം നല്ലൊരു ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബോക്സിൽ വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു C ടൈപ്പ് ചാർജറാണ്, ഒരു വെള്ള നിറത്തിലുള്ളത്. പിന്നീട് വരുന്നത് ഈ ഒരു സാധനം, ഇത് നമ്മുടെ ഫോണിലേക്ക് C ടൈപ്പ് സാധനമാണ്. കണക്ട് ചെയ്തിട്ട് ഇതിൽ സ്വിച്ച് ഇട്ടിട്ട് വേണം നമ്മുടെ മൈക്ക് ഉപയോഗിക്കാൻ വേണ്ടി, വയർലെസ്സിൻ്റെ സാധനം. പിന്നെ നമ്മുടെ കൈ കിട്ടിയിരിക്കുന്ന ഈ ഒരു തൂവൽ പോലത്തെ സാധനം, ഇത് ആ മൈക്കിൻ്റെ തലഭാഗത്ത് വെക്കണം. വേണമെങ്കിൽ വെച്ചാൽ മതി, മിക്ക മൈക്കിലും വെക്കുന്ന കണ്ടിട്ടുണ്ട്. തൂവൽ പോലത്തെ ഈ ഒരു സാധനം കുഴപ്പമില്ല, അത് കുറച്ചുകൂടി വയ്ക്കുമ്പോൾ കുറച്ചുകൂടി നോയ്സ് ക്യാൻസലേഷൻ കിട്ടുന്നത് പോലെ എനിക്ക് ഫീൽ ആവാറുണ്ട്. ഇത് സ്പീക്കറാണ് വരുന്ന ഈ ഭാഗത്ത്, അവിടെ തന്നെയാണ് ഈ തലയും വരേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ എത്രയുണ്ട്, ഇതിൻ്റെ മൈക്കിൻ്റെ ക്വാളിറ്റി എത്രയുണ്ടെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഫോണിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, വയർലെസ് ആണ്. ഈ നീല കത്തി നിൽക്കുമ്പോൾ നോർമൽ മോഡ്. അപ്പോൾ നിങ്ങളിപ്പോൾ കേൾക്കുന്ന സൗണ്ടാണ്. ഇതിൽ ഫാൻ ഇട്ടിട്ടുണ്ട്, നമുക്കൊന്ന് ഇത് നോക്കാം. ഇപ്പോൾ വൻ കാറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പോയില്ലേന്ന് അറിഞ്ഞുകൂടാ. ഇത് നോർമൽ മോഡിലാണ്, പക്ഷേ സംസാരിക്കുന്നത് എരപ്പുണ്ടെങ്കിലും സംസാരിക്കുന്നത് കുറച്ചുകൂടി ക്ലിയർ ആണെന്ന് തോന്നുന്നു അല്ലേ? അത് നമുക്ക് ഇനി ചെക്ക് ചെയ്താലേ അറിയാം. അപ്പോൾ ഇതിൽ 3 സ്വിച്ച് എന്തോ താക്കുമ്പോഴോ 2 സ്വിച്ച്, ഒരു സ്വിച്ച് താക്കുമ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആയിട്ടുണ്ട്, പച്ച കളർ കത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ചെക്ക് മൈക്ക് ചെക്ക്. ഇതിപ്പോൾ ഫാൻ്റെ സ്പീഡുണ്ട് 3-ലാണ് ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് മിക്സി ഒന്ന് ഓണാക്കി നോക്കാം. മിക്സി ഓണാക്കുമ്പോൾ എങ്ങനെയാണ് 3-ലിട്ട് നോക്കാം. ഇത് നോർമൽ മോഡിലാണ് മിക്സി ഓണാക്കിയിരിക്കുന്നത്. എത്ര സൗണ്ട് ഉണ്ടെന്ന് ഇല്ലെന്ന് അറിയില്ല. നോയ്സ് ക്യാൻസലേഷൻ ഓണാക്കി നോക്കിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഇപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓണാക്കിയിട്ടപ്പോൾ ഉള്ളത്. മിക്സി 3-ാമത്തെ സ്പീഡിലാണ് കിടക്കുന്നത്. ഇപ്രാവശ്യത്താണ് കുറച്ച് ഹൈ എന്ന് പറയാം. ട്രയംഫ് ബൈക്കാണ് ഇരിക്കുന്നത്. ഇതിൽ എത്രമാത്രം വണ്ടി ഓണാക്കുമ്പോഴുള്ള നോയ്സ് ക്യാൻസലേഷൻ നമ്മൾ സംസാരിക്കുമ്പോൾ ഉള്ളതും എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഓഫായി. ഓക്കെ, ഇതാണ് വണ്ടിയുടെ സൗണ്ട്. വണ്ടി സാധാ പോലെ ഓണാക്കി ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന സൗണ്ടാണിത്. അപ്പോൾ ഈ സമയത്ത് സംസാരിച്ചാൽ ഇത്ര മാത്രമായിരിക്കും. വണ്ടി റേസ് ചെയ്തിട്ടുണ്ട്, കേൾക്കാൻ പറ്റില്ലെന്നറിയില്ല. ഫുൾ സൗണ്ടിലാണ് ഇട്ടത്. എന്തായാലും നോയ്സ് ക്യാൻസലേഷൻ അത്ര വർക്കാവാൻ തോന്നുന്നില്ല. ചെവി അടിച്ചു പോകുന്ന സൗണ്ട്, നമ്മൾ സംസാരിക്കുന്ന നമുക്ക് പോലും കേൾക്കാൻ പറ്റുന്നില്ല. ഈ സാധനത്തിലൊരു മാഗ്നറ്റിക്കിൻ്റെ സാധനം വന്നിട്ടുണ്ട്. നമ്മുടെ ഷർട്ടിൻ്റെ ബാഗിലോട്ടാക്കിയിട്ട് ഇവിടെ ഒന്ന് വെച്ച് ഇരുന്നു. ഇതാണ് സംഭവം, അത് അവിടെ അങ്ങ് ഇരുന്നോളും. അപ്പോൾ ഇതിൽ വണ്ടി ഇത്രയൊന്നും സൗണ്ടൊന്നും അബ്സോർവ് ചെയ്യാനുള്ള നോയ്സ് ക്യാൻസലേഷൻ ഇതിനില്ല. എന്തായാലും ഇതിന് ഏകദേശം 4000-5000 ആ ഒരു റേഞ്ചിനാണ് വരുന്നത്. ഹോളി ലാൻഡിൻ്റെ ലാൻഡ്മാർക്ക് എന്തോ ഒരു സാധനം A1 എന്ന് പറയുന്നത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ സാധാരണ ഈ കാക്കയും പട്ടിയും ഈ അയൽപ്പക്കത്തൊക്കെ നിന്ന് കുരയ്ക്കുന്ന സംഭവങ്ങളൊക്കെ അബ്സോർവ് ചെയ്ത് നോയ്സ് ക്യാൻസൽ ചെയ്ത് നമുക്ക് നല്ലപോലെ വീഡിയോ എടുത്ത് ക്ലിയർ ആയിട്ട് വോയിസ് കിട്ടുന്ന ഒരു സംവിധാനം തന്നെയാണ്. നമ്മൾ ചെറിയ രീതിക്കുള്ള നോയ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ വോയിസ് അത്രയും ക്ലിയർ ആയിട്ട് ഇത് എടുക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു സാധനം തന്നെയാണ് ഈ ഒരു ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ. ഇതിനായിട്ട് നല്ലൊരു സാധനമുണ്ട് ഈ ഹോളി ലാൻഡിൻ്റെ തന്നെ
9K എന്തോ വരുന്നത്. അതാണ് ഏറ്റവും പീക്ക് സാധനം. അത് ഞാൻ ഇനി അടുത്ത വാങ്ങി റിവ്യൂ ചെയ്യാൻ വേണ്ടി വാങ്ങുന്നുണ്ട്. എന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാം. ഇത് നമ്മുടെ സാധാരണക്കാർക്ക് പറ്റിയൊരു സംഭവം, കണ്ടൻറ് ക്രിയേറ്റേഴ്സ് പിന്നെ വ്ളോഗൊക്കെ ചെയ്യുന്നവർക്ക് പറ്റിയൊരു സാധനം തന്നെയാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് തന്നെ പറയാം. കൊള്ളാം, സാധനം കൊള്ളാം. ഒരു റേറ്റിംഗ് 5-ൽ 3 കൊടുക്കാം.